മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു ജവഹർ തായങ്കരി ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് കുട്ടനാട് FBC നേതൃത്വത്തിൽ വരുമ്പോൾ സജി കളത്തിലും ജോബിൻ പെരുമാളിന്റെയും ക്യാപ്റ്റൻസിയിൽ ബെന്നി വി കാരിച്ചാൽ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ വരികയാണ്. 4 വരുന്നു 21 നമ്പർ വള്ളം ആയാപറമ്പ് വലിയ ദിവാഞ്ചി. അതേ നിരണം ബോട്ട് ക്ലബ്ബ് ഫാൻസ് അസോസിയേഷന്റെ റെന്നി അടിവാക്കലിന്റെ ക്യാപ്റ്റൻസിയിൽ ചങ്കച്ചൻ ചെറുവള്ളിക്കരിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കടന്നു വരുമ്പോൾ സെന്റ് ജോർജ് ചരിത്രമുള്ള വള്ളമാണ്. 1964 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് സെന്റ് ജോർജ്. UBC കൈനകരിയാണ് അന്ന് വിജയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സെന്റ് ജോർജ് ചുണ്ടനാണ് ആദ്യമായി നെഹ്റു ട്രോഫി എന്ന പേരിൽ പുന്നമടയിൽ ആരംഭിച്ചപ്പോൾ അതിന് തുടങ്ങുന്നത്. കാരണം 1964 മെയ് 27-ാം തീയതിയിലാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി നമ്മോട് വിട പറഞ്ഞത്. അതിനുശേഷം നടന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി എന്ന പേരിലേക്ക് വരുന്നത്. അതിനു മുൻപ് പ്രൈം മിനിസ്റ്റർ ട്രോഫിയായി അറിയപ്പെട്ടിരുന്നതിൽ ആദ്യമായി നെഹ്റു ട്രോഫി എന്ന പേരിൽ നേടുന്നത് അത് സെന്റ് ജോർജ് ആണ്. അത് UBC കൈനകരിയാണ്. വീണ്ടും വരുന്നു ആയാപറമ്പ് പാണ്ടി വരുന്നു. 3 വരുന്നു 11 നമ്പർ വള്ളം ജവഹർ തായങ്കരി. 77-ലും 78-ലും 85-ലും 2010-ലും 2015-ലും നെഹ്റു ട്രോഫി ജേതാക്കളാണ്. 77-ലും 78-ലും തായങ്കരി ബോട്ട് ക്ലബ്ബ് വിജയിപ്പിക്കുന്നു. അതേ 2010-ല് വീണ്ടും വരുന്നു, 15-ൽ വരുന്നു, 18-ൽ വരുന്നു. ഇതാ സെന്റ് ജോർജും ആയാപറമ്പ് പാണ്ടിയും തമ്മിൽ പൊരിഞ്ഞു പോരാടുകയാണ്. രണ്ടാം ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സിന്റെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് D സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ചമ്പക്കുളം ജോളിയെതിരേറ്റ് ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന 4 ചുണ്ടൻ വള്ളങ്ങളായിരുന്നെങ്കിൽ പോലും 1ാം ട്രാക്കിലെ സെന്റ് ജോർജും 2ാം ട്രാക്കിലെ ആയാപറമ്പ് പാണ്ടിയും മാത്രമാണ് കടന്നു വരുന്നത് കാണാൻ സാധിക്കുന്നത്. 1ാം ട്രാക്കിൽ സെന്റ് ജോർജ് ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ചെറുകരുത് വഴിയുന്ന റജി KK ക്യാപ്റ്റനായിട്ടുള്ള ലീന അച്ഛൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് ജോർജ് 1ാം ട്രാക്കിൽ. 2ാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് KCBC B ടീം തുടരുന്ന രാജു കൊല്ലറ ക്യാപ്റ്റനായിട്ടുള്ള വള്ളം. 1ാം ട്രാക്കിലെ സെന്റ് ജോർജ് പിടിവിട്ട് വരുന്ന കാഴ്ച. സെന്റ് ജോർജ് ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബിന്റെ സെന്റ് ജോർജ് 1964 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട സെന്റ് ജോർജ് കടന്നു പോകുന്നു. 1ാം ട്രാക്കിലെ സെന്റ് ജോർജിന്റെ തൊട്ടുപിറകിലായി ആയാപറമ്പ് പാണ്ടി. പച്ചക്കിളികള് ഇതാ ഇടിനാദം മുഴക്കിക്കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ 1ാം ട്രാക്കിൽ ചെറുതന മത്സരിക്കുമ്പോൾ 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3ാം ട്രാക്കിൽ ചമ്പക്കുളം, 4ാം ട്രാക്കിൽ സെന്റ് പയസ് 10th. അങ്ങനെ 4 ചുണ്ടനുകൾ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു വരാൻ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 1ാം ട്രാക്കിൽ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പാണ് തുഴയുന്നത്. ലിനു പാലത്തറ, ബാബുക്കുട്ടൻ കറുകയിൽ എന്നിവർ ക്യാപ്റ്റന്മാരും ചാക്കോ ജോണും ജെയിംസ് കുട്ടിയും ലീഡിംഗ് ക്യാപ്റ്റന്മാരുമായിട്ടുള്ള ചെറുതന കടന്നു വരാൻ പോകുമ്പോൾ 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറമാണ് തുഴയുന്നത്. സാബു കോയിപ്പള്ളി, റോണി മോഴൂർ ക്യാപ്റ്റന്മാരായിട്ടുള്ള വെള്ളംകുളങ്ങര കടന്നു വരാൻ പോകുന്നു. 3ാം ട്രാക്കിൽ ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന സണ്ണി തോമസ് ക്യാപ്റ്റനായിട്ടുള്ള ബൈജപ്പൻ ചേന്നങ്കരി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ചമ്പക്കുളവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 4ാം ട്രാക്കിൽ സെന്റ് പയസ് 10th സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പ് തുഴയുന്ന സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള PC കുരുവിള ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് പയസ് 10th അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടേഴ്സിന്റെ വിസിലൊന്ന് കാത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് വേദിയാകുന്നത്. പുന്നമട കായലും പരിസര പ്രദേശവും ഇതാ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നു. പുന്നമട കായലിന്റെ ഇരു കരകളിലുമുള്ള വൃക്ഷ തലപ്പുകൾ പുന്നമട കായലിലേക്ക് കുമ്പിട്ട് നോക്കുകയാണ്. ഇവിടെ നടക്കുന്ന ആവേശോജ്വലമായ പ്രകടനം കാണാൻ, അവിസ്മരണീയമായ ഈ വർണ്ണ പ്രപഞ്ചം കാണാൻ ഇതാ വൃക്ഷ തലപ്പുകൾ പോലും നിശ്ചലമായി നിൽക്കുന്നു. പക്ഷികൾ ഈ പുന്നമട കായലിന്റെ മുകളിലൂടെ വട്ടം പറക്കുന്നു. അങ്ങനെ ചെറുതനയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ജലത്തുള്ളികൾ ആകാശത്തേക്ക് പറന്നുയരുന്ന കാഴ്ച ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാൽ കാണാൻ കഴിയുകയാണ്. പങ്കായങ്ങൾ കറങ്ങുന്ന കാഴ്ച ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാൽ കാണാൻ കഴിയുകയാണ്. അങ്ങനെ 4 പടക്കുതിരകൾ ജലപ്പരപ്പിലൂടെ കുതിച്ചു പായി
കാണുകയാണ്. അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പ് തുള്ളികളും ഈ പുന്നമട കായലിലെ ജലത്തുള്ളികളും സമന്വയിച്ച് ഇവിടെ ആവേശത്തിന്റെ അലയടികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ അലയടികൾ ഏറ്റുവാങ്ങാൻ പുന്നമട കായലും പരിസര പ്രദേശവും ഇതാ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. കാലമുഷസിന്റെ നാട്ടിലെ മാണിക്യമാലയുമായി മണിത്തേരിലെത്തിയിടവേ രോമഹർഷങ്ങൾ തൻ ഹംസങ്ങൾ നീന്തുന്നു മാമല നാടിൻ മനസ്സിൻ യമുനയിൽ. അതെ, ഈ പുന്നമട കായലിൽ ഹംസങ്ങൾ, രാജഹംസങ്ങൾ നീന്തി വരികയാണ്. 4 രാജഹംസങ്ങൾ, ചെറുതന, വെള്ളംകുളങ്ങര, സെന്റ് പയസ്, ടെൻത്, അങ്ങനെ 4 പടക്കുതിരകൾ പാഞ്ഞെടുക്കുമ്പോൾ ശേഷം വിവരണത്തിന് ഓവർ ടു അജു മേൽപ്പാടം. ആകാശമേലാപ്പുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആകാശമേഘങ്ങൾ കൺചിമ്മാതെ ഈ കാഴ്ചയെ തേടുകയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇനിയുള്ള മിനിറ്റുകളിൽ അത് പുന്നമടയായി മാറ്റപ്പെടുകയാണ്. ട്രാക്കൊന്നിൽ ചെറുതന വരികയാണ്. അഴകിന്റെ രാജകുമാരനത ട്രാക്കൊന്നിലൂടെ കടന്നു വരുന്നു. തെക്കേക്കര ബോട്ട് ക്ലബ് മങ്കൊമ്പിന്റെ കൈക്കരുത്തിൽ. ട്രാക്ടുവിൽ വെള്ളം കുളങ്ങര 84-ൽ ചരിത്രത്തിന്റെ ഭാഗമായ വെള്ളം കുളങ്ങര പളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ അന്ന് നെഹ്റു ട്രോഫിയുടെ കിരീടം മുത്തമിട്ട വെള്ളം കുളങ്ങര. സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കടന്നു വരുന്നു. 3-ാം ട്രാക്കിൽ ചമ്പക്കുളം 2014-ൽ പച്ചത്തടിയിൽ ചരിത്രം തിരുത്തി എഴുതിയ ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുന്നു. 4-ാം ട്രാക്കിൽ പുണ്യാളൻ സെന്റ് പയസ്. ഇത് അത്ഭുതത്തിന്റെ മത്സരമാണ്. ഇനി അങ്ങോട്ട് പുന്നമടയിലേക്ക് തീജ്വാല പോലെ ഇളകിയെറിയുവാൻ കഴിയുന്ന 4 സ്വപ്ന നൗകകൾ. ചെറുതനയാണോ, വെള്ളം കുളങ്ങരയാണോ, അതോ ചമ്പക്കുളമാണോ, സെന്റ് പയസ് ആണോ? കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടി ഉണ്ട് ബാക്കി എന്ന് 4 കളിവള്ളങ്ങൾ പറയുകയാണ് പുന്നമടയിൽ. ഈ മത്സരം നിങ്ങൾ കാണേണ്ട ഒരു പോരാട്ടം തന്നെയാണ്. 1-ാം ട്രാക്കിലെ ചെറുതന ഒപ്പം പിടിക്കുന്നു ചമ്പക്കുളവും സെന്റ് പയസും. ഇതാണ് മത്സരം, ഇതാണ് വീറ്, ഇതാണ് വാശി. ആകാശത്ത് പറക്കുന്ന ഗരുഡനും കഴുകനും ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഇരുകരയിലും പെങ്ങോലമാലകൾ ചാഞ്ചാടുകയാണ്. പ്രകൃതി അനുഗ്രഹിച്ചു നിൽക്കുകയാണ്. ആരാധകർ ആർത്തിരമ്പുകയാണ്. ചെറുതനയാണോ, വെള്ളം കുളങ്ങരയാണോ, ചമ്പക്കുളമാണോ, സെന്റ് പയസ് ആണോ? ഓ മൈ വേൾഡ്, ഇത് അത്ഭുത മത്സരമാണ്. ഇൻ എ സ്ലൈറ്റ് ലീഡ് ചെറുതന വിതാതെ പിടിക്കുന്നു ചമ്പക്കുളം ആൻഡ് സെന്റ് പയസ്. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ രാജു മേൽപ്പാടൻ. ചുണ്ടൻ വിളകട 2-ാം ലൂസേഴ്സ് ഫൈനൽ മത്സരം. 1-ൽ ചെറുതന, 2-ൽ വെള്ളംകുളങ്ങര, 3-ൽ ചമ്പക്കുളം, 4-ൽ സെന്റ് പയസ്. അതേ, തെക്കേക്കര ബോട്ട് ക്ലബും സെന്റ് ജോസഫ് ബോട്ട് ക്ലബും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബും സെന്റ് പയസും തമ്മിൽ പോരാടുകയാണ്. 1-ൽ ചെറുതന, അതേ 2004-ല് നെഹ്റു ട്രോഫി ജേതാക്കള്, 2-ൽ വെള്ളംകുളങ്ങര, 88-ലും 2002-ലും ജേതാക്കള്, 3-ൽ ചമ്പക്കുളം 89, 90, 91, 94, 95, 96, 98, 2009, 2014-ലെ ജേതാക്കള്, 4-ല് സെന്റ് പയസ്. ഇതാ 1-ലെ ചെറുതന അല്പം മുന്നിലേക്ക് വരുന്നു. വിട്ടുകൊടുക്കുന്നില്ല ചമ്പക്കുളം, വിട്ടുകൊടുക്കുന്നില്ല ചെറുതന, വിട്ടുകൊടുക്കുന്നില്ല വെള്ളംകുളങ്ങര, വിട്ടുകൊടുക്കുന്നില്ല സെന്റ് പയസ്. അല്പം പുറകിലാണ്. ഇതാ ചെറുതനെയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും കടന്നു പോകുന്ന സുന്ദരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 2-ാം ലൂസേഴ്സ് ഫൈനൽ മത്സരം. ഇത് പറയുമ്പോൾ ഈ 2-ാം ലൂസേഴ്സ് ഫൈനലില് ഈ പുന്നമടയില് ഏതാണ്ട് നിരവധി തവണ നെഹ്റു ട്രോഫിയുടെ ഫൈനലിൽ ഉൾപ്പെടെയുള്ള കളിച്ചിട്ടുള്ള സെന്റ് പയസ് കടന്നു പോകുന്നു. ഇനിയും അടുത്ത കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരം എത്തുകയാണ്. 1-ൽ പായിപ്പാട്, 2-ൽ കാരിച്ചാൽ, 3-ൽ തലപടി, 4-ൽ നടുവിലെ പറമ്പൻ. 1-ലെ പായിപ്പാട്, 5-ലും 6-ലും 7-ലും 18-ലും നെഹ്റു ട്രോഫി ജേതാക്കള്. കാരിച്ചാൽ 74, 75, 76, 80, 82, 83, 84. പ്രിയമുള്ളവരെ, പതിവിൽ കവിഞ്ഞ സമയം ഇന്നായിട്ടുണ്ട്. നമ്മൾ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. നെഹ്റു ട്രോഫിയുടെ 71ാമത് എഡിഷൻ്റെ ഇന്നത്തെ ഈ മഹാ മത്സരങ്ങളിൽ അതിൻ്റെ ഫൈനലും ലൂസേഴ്സ് ഫൈനലുമാണ് നടക്കാൻ പോകുന്നത്. ഈ ഹീറ്റ്സ് മത്സരങ്ങളെ സംബന്ധിച്ചും